ഒരുപാട് കസ്റ്റമേഴ്സ് ഒരേ കാര്യം പറയുമ്പോൾ നമ്മളത് ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് എടുക്കണമല്ലോ. അവർ പറയുന്നത് അഗ്രിമെന്റ് ആളിൽ വന്നിട്ട് ജ്യൂസ് കുടിക്കുമ്പോൾ സ്ട്രോ നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല, സ്നാക്ക് കഴിക്കുമ്പോൾ കെച്ചപ്പോ ചട്നിയോ ഒന്നും നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി, വേണ്ടതിന്റെ വില തന്നാൽ മതി. പല സ്ഥലത്തും ഇത് ഫ്രീ ആയിട്ട് കിട്ടുമെങ്കിലും അത് ഫ്രീ അല്ല എന്നും ഒറിജിനൽ സാധനത്തിന്റെ കൂടി ഇതിന്റെയും കൂടെ വില ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. കാശിന്റെ മാത്രം പ്രശ്നമല്ല, കാശ് കുറച്ച് കിട്ടും, അത് ശരിയാണ്. കാശിന്റെ മാത്രം പ്രശ്നമില്ല, ഇതൊന്നും വേസ്റ്റ് ആയി കളയേണ്ടല്ലോ. എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ എന്തിനാണത് മേടിക്കുന്നത്? പക്ഷെ നിങ്ങൾ ബിരിയാണിയുടെ കാര്യത്തിൽ എന്താ അങ്ങനെ ചെയ്യാത്തത്? ബിരിയാണി മേടിക്കുമ്പോൾ റൈത്തി പിക്കിളോ അതിന്റെ കൂടെ വരികയല്ലേ? എനിക്ക് ചിലപ്പോൾ ആ പിക്കിൾ ബിരിയാണിയുടെ കൂടെ വേണ്ടെങ്കിലോ, എനിക്ക് പിക്കിളേ വേണ്ടെങ്കിലോ, അല്ലെങ്കിൽ എനിക്ക് വേറൊരു പിക്കിളോ വേണ്ടതെങ്കിലോ ഈ പിക്കിൾ വേസ്റ്റ് ആവില്ലേ? എനിക്ക് റൈത്ത വേണ്ടെങ്കിലോ, റൈത്തൊക്കെ വേറെ ചിക്കൻ കറിയും കൂട്ടി ബിരിയാണി കഴിക്കാനാണെങ്കിൽ ഇഷ്ടമെങ്കിലോ ആ റൈത്ത വെറുതെ ആവുകയാണ്. എനിക്കിതൊന്നും വേണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ആ വിലയും കൂടെ ബിരിയാണി കുറച്ച് തന്നുകൂടെ? ഞങ്ങൾക്ക് അറിയാൻ നന്നായിട്ട് ഇത് ഫ്രീ അല്ല, ഇതിന്റെ കൂടെ ബിരിയാണിയുടെ കൂടെ ഈ സാധനത്തിന്റെ വില കൂട്ടിയിട്ടുണ്ടെന്ന്. അപ്പൊ നിങ്ങൾ എല്ലാ കാര്യത്തിലും ചെയ്യുന്ന പോലെ ഇതിലും ചെയ്തൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. നമസ്കാരം. വീണ്ടും നമ്മളുടെ മൃണാൽ സാറിൻ്റെ വീഡിയോ ആയിട്ട് നാം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ തവണ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഞാനിവിടെ കൊടുക്കുന്നില്ല. ഒരു തവണ നിങ്ങൾ മൃണാളുടെ ഒരു വീഡിയോ ചെയ്തപ്പം ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് കരുതി എപ്പോഴും അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, മൃണാൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ഹോട്ടലിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അതെടുക്കും, റിയാക്ട് ചെയ്യും. ഞാൻ പറഞ്ഞതിൽ ശരിയുണ്ടെന്ന് തോന്നുന്ന ആൾക്കാർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യും, ശരിയുണ്ടെന്ന് തോന്നാത്ത ആൾക്കാർക്ക് എന്നെ നെഗറ്റീവ് കമൻറ്റ് പറയാം. പോസിറ്റീവും നെഗറ്റീവും ഞാൻ ഒരുപോലെ സ്വീകരിക്കുന്നു. ഓക്കെ, അപ്പം ഇവിടെ ഇന്നത്തെ ഒരു വിഷയം മൃണാൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ഹോട്ടലിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചില വിലാസം. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ആ ഹോട്ടല് ഭയങ്കര അടിപൊളി കേട്ടോ. ചമ്മന്തിക്ക് പപ്പടം, പിന്നെ സാലഡ് എന്ന് വെച്ചാൽ നമ്മുടെ റൈത്ത എന്ന് വെച്ചാൽ അറിയില്ലേ, ഉള്ളിയിൽ ഇതൊക്കെ ഇട്ട് നമ്മൾ ബിരിയാണി കൊടുക്കുന്ന അത്, പിന്നെ സ്ട്രോക്ക് വരെ അവിടെ പൈസയാണ്. അവിടെ എല്ലാത്തിനും പൈസയാണ്. അതാണ് മൃണാൾ ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത. ഒന്നും ഫ്രീ ഇല്ല. പക്ഷേ ആ ഹോട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയാണ്. അപ്പം ഞാൻ ഇതിനൊക്കെ പറ്റി പറയുന്നതിന് മുമ്പ് കുറേ ലീലാവിലാസ വീഡിയോകൾ കാണുന്നുണ്ട്. നമുക്ക് ആദ്യം ആ വീഡിയോകളിലോട്ടൊന്ന് പോകാം കേട്ടോ. ആദ്യം തന്നെ മൃണാൾ ഹോട്ടലിൽ ഫുഡിൻ്റെ കൂടെ പുഴു കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കാണാം. പുഴുവാണ്. ഇതിന് തൊട്ട് മുമ്പ് ബിരിയാണിയിൽ ഈച്ചയായിരുന്നു, ഇപ്പോൾ പുഴുവാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് കൈസ് എന്ന് പറയുന്ന ആളുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. കൈസിന് ഒരാൾ ഷെയർ ചെയ്തതാണ്. മൃണാളുടെ തൃപ്പൂണിത്തറ ബ്രാഞ്ചിലുള്ള ഹോട്ടലിൽ പോയ സമയത്ത് അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം പുഴു വന്നു, ഈച്ച വന്നു, ഈ രണ്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആൻഡ് വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മളുടെ ഈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഉള്ളിൽ കാണുന്ന ചെറിയ പുഴു, മേ ബി ഈ ഇലയിൽ എന്തൊക്കെയോ പ്രശ്നമുള്ളത് കൊണ്ട് വന്നതായിരിക്കാം. എൻ്റെ ഒരു ചോദ്യം, ഈ ഫുഡ് ഇൻസ്പെക്ടർമാരൊക്കെ ഇപ്പോൾ എവിടെ പോയി കിടക്കുക? ഒരു ഹോട്ടലിൽ ഇത്രത്തോളം പ്രശ്നങ്ങളും ഇത്രത്തോളം ഒരു ഡിസ്കഷനും ചർച്ചയും വന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഫുഡ് ഇൻസ്പെക്ടർമാർ അവിടെ നിന്ന് ഇളകാത്തത്, ഒരു ചെക്ക് കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാത്തത്? അല്ലെ, എനിക്കത് മനസ്സിലാവായിട്ട് ചോദിക്കാം. ഒരു സാധാരണക്കാരൻ്റെ ഒരു ഫെയിമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയുടെ ഹോട്ടലാണെങ്കിൽ നിങ്ങളെല്ലാവരും കയറി പോവുമല്ലോ, ഇതെന്തുകൊണ്ടാണ് പോവാത്ത? ഒരു മോശമായൊരു ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തേക്ക് ആ വ്യക്തി എണീക്കൂല. ഫുഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോ ഇമാതിരി പെയിൻ പിടിച്ചൊരു സാധനം വേറെ ഇല്ല. ഛർദിച്ച് ക്ഷീണിച്ച് നമ്മളൊരവസ്ഥയാണ്. അങ്ങനത്തെ ഒരു സാധനമാണ് ഈ ഫുഡിൻ്റെ ഈ പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ എത്രയോ തവണ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ ഫുഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് നിന്ന് കഴിക്കുന്ന ഫുഡ് നമുക്ക് വയറിൽ പിടിക്കാത്തൊരു കണ്ടീഷൻ. അപ്പം ഇത്രയൊക്കെ ഇൻജസ്റ്റിസ് ഈ പെർട്ടിക്കുലർ ഹോട്ടലുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടും എന്തുകൊണ്ട് ഫുഡ് ഇൻസ്പെക്ടർമാർ ഇറങ്ങി ഇതിന് വേണ്ട രീതിയിലുള്ള ഒരു ആക്ഷനും കാര്യവും ചെയ്തില്ല എന്നാണ് എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം. മേ ബി എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവാം, അല്ലാണ്ട് പോണ്ടിക്കില്ലല്ലോ. അത് കഴിഞ്ഞ് അടുത്തൊരു സാധനം കാണിച്ചു തരാം. സ്ട്രോയ്ക്ക് 1 രൂപ അധികം വാങ്ങുന്നത് പോലെ വിത്തൗട്ട് ഷുഗർ ഡ്രിങ്ക്സ് വാങ്ങുമ്പോൾ വില കുറച്ച് കൊടുക്കണ്ടേ? കറക്റ്റ് ചോദ്യമാണ് ചോദിച്ചിട്ടില്ല കേട്ടോ. മൃണാളുടെ ഹോട്ടലിൽ ജ്യൂസ് കുടിക്കുമ്പോൾ സ്ട്രോ വാങ്ങുകയാണെങ്കിൽ സ്ട്രോയ്ക്ക് 1 രൂപയാണുള്ളത്. ഓക്കെ,
ഇനി രണ്ടാമത് വിത്തൗട്ട് ചായ വാങ്ങുന്ന സമയത്ത് അതിൽ പഞ്ചസാര ഇടുന്നില്ലല്ലോ, അപ്പോൾ വില കുറച്ച് കൊടുത്തൂടെ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. ആ ബുദ്ധി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി മൃണാൾ കൊടുത്ത് ഉത്തരം കേട്ടാലോ. വിത്തൗട്ട് ഷുഗർ ഡ്രിങ്ക്സ് വാങ്ങുമ്പോൾ ഞങ്ങളുടെ പണി കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ വില കൂടുതലാണ് ടെക്നിക്കലി തരേണ്ടത്. ഇതൊന്നും വാങ്ങാണ്ടിയാന്ന് എനിക്ക് മനസ്സിലായില്ല. വിത്തൗട്ട് ഷുഗർ ചായക്ക് ഇവർക്ക് ഇങ്ങനെയാ പണി കൂടുക? എന്ത് ഇത്രമാത്രം പണിയില്ലേ? സുഖല്ലേ? വെള്ളം ഇതിട്ട് തിളപ്പിച്ച് ഇതിലോട്ടങ്ങ് ഒഴിച്ചാൽ പോരെ, പഞ്ചസാര ഇടണ്ട, ഇളക്കണ്ട, ഒന്നും വേണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയായാലും പണി കൂടുക? നമ്മളെന്തേ പറയുമ്പോൾ ഞഞ്ഞാ മിഞ്ഞ, നിങ്ങളെന്തേ പറയുമ്പോൾ മിഞ്ഞാ മിഞ്ഞ. ആദ്യത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, എന്താണ് ഈ മൃണാളുടെ ഷോപ്പിൽ ഇപ്പം സ്നാക്സ് വാങ്ങുകയാണ്, അതിൻ്റെ കൂടെ ഡിപ്പ് ചെയ്യാൻ വേണ്ടി ചമ്മന്തിയോ അല്ലെങ്കിൽ സോസോ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ പൈസ ഉണ്ട്. ചമ്മന്തിക്കും പൈസ ഉണ്ട്, സോസിനും പൈസ ഉണ്ട്. അതുകൊണ്ട് ഒരു ചായക്കടയിൽ ഈ ഒരു സിസ്റ്റം അല്ല. ആൻഡ് അതുപോലെ തന്നെ ബിരിയാണീൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന സാലഡിനും എന്ന് വെച്ചാൽ റീത്ത സാലഡിനും അച്ചാറിനും സ്പെഷ്യൽ പൈസയുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്പെഷ്യൽ പൈസ, എല്ലാത്തിനും സ്പെഷ്യൽ പൈസ, സ്ട്രോക്ക് സ്പെഷ്യൽ പൈസ, എല്ലാത്തിനും സ്പെഷ്യൽ പൈസയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ വിത്തൗട്ട് ഇതിനും പൈസ നിങ്ങൾ കുറച്ച് തരണ്ടേ? അതില്ല, അതിന് കിട്ടൂല. കൂട്ടാൻ കഴിയുക, കുറയ്ക്കാൻ പറ്റില്ല. എന്നിട്ട് പറയുന്നതോ സാധാരണക്കാരൻ്റെ ഹോട്ടൽ കേൾപ്പിച്ചു തരാം. ഈ സാധാരണക്കാരൻ എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ രാവിലെ സൺഡേ മോർണിംഗ് ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ഡ്രൈവ് ചെയ്യായിരുന്നു. ആ സമയത്ത് ഒരു ബസ്സിന്റെ പുറകെ ഞാൻ പോകുമ്പോൾ ഒരു സ്ത്രീ, വൈപ്പിനിയിൽ നിന്ന് വരുന്ന ബസ്സാണ്, ഞാൻ മറൈൻ ഡ്രൈവിലാണ് താമസിക്കുന്നത്, ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് അവര് ഓൾമോസ്റ്റ് ആ ചില്ലിനോട് ഒട്ടി നിൽക്കുകയാണ് പുറകില്. ബസ്സിൽ തിരക്കാണ്. അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ റെസ്റ്റോറൻറ്റ്. ആ കാവ്യാത്മകമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കണ്ടപ്പം എൻ്റെ മനസ്സങ്ങ് കുലുങ്ങി. അവർക്ക് വേണ്ടിയിട്ടുള്ള ഹോട്ടലാണ്. എന്ത് ഹോട്ടല്? ബസ്സിൽ തിക്കും തിരങ്ങിലും അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന സ്ത്രീക്കുള്ള ഹോട്ടലിലാണോ ഒരു സ്ട്രോക്ക് 1 റുപ്യ നിങ്ങൾ വാങ്ങുന്നത്? ചമ്മന്തിക്ക് 10 റുപ്യ വാങ്ങുന്നത്? പപ്പടത്തിന് 7 റുപ്യ വാങ്ങുന്നത്? ഇതാണോ സാധാരണക്കാരനുള്ള ഹോട്ടല്? ഏത് കടയിൽ പോയാൽ അങ്ങനെ? നിങ്ങളുടെ കടയിൽ ലൈമിന് ഇപ്പോൾ ഒരു 20 റുപ്യ ആണെങ്കിൽ പ്ലസ് സ്ട്രോൻ്റെ പൈസയും കൂടെ കൂടും. വേറൊരു കടയിലും സിസ്റ്റം അല്ല. ഇതാണോ സാധാരണക്കാരൻ്റെ കട? ആഹാ, എന്ത് നല്ല സർക്കാസം, എന്ത് നല്ല സർക്കാസം. ചിരിക്കൂ ഗൈസ്, ചിരിക്കൂ, ചുറ്റുള്ളവർ ചിരിക്കൂ. മണ്ടത്തരം തന്നെ ഇതിനെപ്പറ്റി പറയാൻ പറ്റൂ. വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു പരസ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം, ഒന്ന് കണ്ടു കേട്ടോ, ചിരിച്ചു ചാവും. നമസ്കാരം. ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ബിരിയാണി പോരാ, പണ്ടത്തെ എത്ര പോലെ. എന്ത് പ്രശ്നം അങ്ങനെ എനിക്കറിയില്ല. പണ്ടത്തെ ബിരിയാണി അതൊക്കെ ഒരു കാലം. നമ്മൾ തുടങ്ങിയിട്ട് അത്രയല്ലേ ആയുള്ളൂ. അപ്പൊ പണ്ടത്തെ അല്ല, എനിക്കറിയില്ല. ബിരിയാണി പൊതുവെ പോരാന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. പരിപ്പുടയും പോരാ, പണ്ടത്തെ പരിപ്പുടിയായിരുന്നു പരിപ്പുട. ഈ ബിരിയാണി നമ്മൾ ഒരു ഓതന്റിക് റെസിപ്പി എടുത്ത് റെസിപ്പി കാർഡ് ഉണ്ടാക്കി പല ട്രയൽ നടത്തി അങ്ങനെ ഒരു എങ്ങനെ മാറ്റണ്ടേ അതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു. 11 ലൈക്സ് ആണ് കിട്ടിയത്. അതിൽ 1 ലൈക്ക് എന്റെയാണ്. മോനെ, ഇത് 10,000 പേര് കഴിക്കുന്ന ബിരിയാണി അല്ലേ? ഇന്നും ഒരുപാട് പേര് കഴിച്ചില്ലേ? അപ്പൊ 11 പേർക്ക് വേണ്ടി 10,000 പേര് ഇഷ്ടപ്പെടുന്ന ബിരിയാണി മാറ്റാൻ പറ്റുമോ? എനിക്കറിയില്ല. പണ്ടത്തെ ബിരിയാണി ആക്കാൻ പറ്റും. എന്താ മാറ്റണ്ടേ? ഞാൻ നോക്കാം. നല്ല രീതിയിൽ സർക്കാസ്റ്റിക്കലി പുള്ളിയുടെ ഷോപ്പിൽ വന്ന് ഫുഡ് റിലേറ്റഡ് ആയിട്ട് പറയുന്ന ആൾക്കാരെ കളിയാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ ബിരിയാണിക്ക് ടേസ്റ്റ് പോരാ എന്നല്ല പറഞ്ഞത്. ഈ പുഴു സപ്ലൈ, ഈച്ച സപ്ലൈ നിർത്തണം, ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ അന്നും ഇന്നും എൻ്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. ഓരോ വ്യക്തികൾക്ക് ഓരോ ടേസ്റ്റാണ്. എനിക്കിപ്പോൾ ഒരു ചിക്കൻ കറി കിട്ടുകയാണ്, അത്യാവശ്യം നല്ല എരിവിൽ കിട്ടണം, അതാണ് എനിക്കിഷ്ടം. എൻ്റെ ഏട്ടനും എൻ്റെ അച്ഛനും എരിവ് ഇഷ്ടമല്ല. അപ്പം ഇവിടെ ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയം എനിക്കും അമ്മയ്ക്കും ഒരു കറിയും അമ്മമ്മയ്ക്കും അച്ഛനും വേറൊരു കറി എന്ന രീതിയിലാണ് ഉണ്ടാക്കുക. ഏട്ടൻ ഇപ്പോൾ ഇവിടെ ഇല്ല, പുറത്താണ്. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കാകുമ്പോൾ കുറച്ച് എരിവിലൊക്കെ കഴിച്ചാൽ ഒരു ചിക്കൻ കറി ഫീൽ ഉണ്ടാവും. ഇവർക്കാണ് എരിവിട്ട് പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 2 സ്റ്റൈലിൽ ഉണ്ടാക്കും, 2 പാത്രത്തിൽ 2 രീതിയിൽ അങ്ങാക്കും. എരിവുള്ളവർക്ക് എരിവ്, എരിവില്ലാത്തവർക്ക്. അപ്പം ടേസ്റ്റിനെ കുറിച്ചല്ല പറയുന്നത്. വീണ്ടും വീണ്ടും പറയും. ഈച്ച ബിരിയാണീനെ കുറിച്ചും പുഴുവിനെ കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. രണ്ടാമത്തെ നിങ്ങളുടെ റേറ്റിംഗ് സിസ്റ്റം, സ്ട്രോക്കുള്ള റേറ്റും പപ്പടത്തിൻ്റെ 7ഉം ചമ്മന്തിൻ്റെ 10ഉം. ചിലപ്പോൾ ഇതൊക്കെ ശരിയായിരിക്കാം. മൃണാൾ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് പ്രകാരം ചിലപ്പോൾ ഇത് ശരിയായിരിക്കും. പക്ഷെ ഞാനിപ്പോൾ ഈ ലോകത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് മോർ ദാൻ 26 ഇയർ. ഈ 26 വർഷത്തിനിടയിൽ ഞാൻ എത്രയൊക്കെയോ ഹോട്ടലുകളിൽ കയറിയിട്ടുണ്ട്. പല ജില്ലകളിൽ, പല സ്റ്റേറ്റ്സിൽ ഹോട്ടലിൽ ഞാൻ കയറിയിട്ടുണ്ട്. ഒരു ഹോട്ടലിലും ഞാൻ കാണാത്തൊരു സിസ്റ്റം റെയറായിട്ട് നിങ്ങളുടെ ഒരു ഷോപ്പിൽ കാണുകയാണ്. അവിടെ
എന്നിട്ട് ഈ പെർട്ടിക്കുലർ നിങ്ങൾ ലോകത്തുള്ള എല്ലാ ഹോട്ടലിനെയും കുറ്റം പറഞ്ഞ് നടക്കുക. അപ്പം നിങ്ങളുടെ ഹോട്ടലിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനത്തെ ഒരു സാധനം കാണുമ്പം അതിനൊരു ഒപ്പോസ് മൈൻഡാണെങ്കിൽ നമ്മൾ പറയുന്നത് ശരിയല്ലേ. അതിന് സർക്കാസ്റ്റിക്കലി ഞങ്ങളെ കളിയാക്കിയിട്ട് കാര്യമൊന്നുമില്ല, കാരണം ഇതൊന്നും ഏൽക്കാൻ പോകുന്നില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.